Fresh water, that's okay. ശ്രീലങ്കയിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വർഗീസ്. ഞാൻ ശ്രീലങ്കയിലെ ഗോളിലൊരു കോട്ട ഉണ്ട്, ഒരു സംഭവമായിട്ടുള്ള കോട്ട. ഒരു ഭാഗം കടൽ, ഒരു ഭാഗം റോഡ്. ഡച്ചുകാരുടെ കാലത്തുണ്ടാക്കിയ കോട്ടയാണ്. ഡച്ചുകാർ പിന്നെ ഉണ്ടാക്കി, പിന്നെ പോർച്ചുഗീസുകാരുണ്ടാക്കി, ബ്രിട്ടീഷുകാർ. അപ്പോൾ ആ ഒരു കോട്ട കാണാൻ പോകണം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ ഗേലെ സിറ്റിയിലാണ്. ഗേലെ സിറ്റിയിൽ ഇവിടെ ഒരു വമ്പൻ കോട്ട ഉണ്ട്. പോർച്ചുഗീസുകാരുണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്, ഡച്ചുകാരുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാരുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ട കാണാൻ നമ്മൾ പോകുന്നത്. കോട്ടൻ്റെ സൈഡ് ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ നമ്മളെ ഓട്ടോ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോട്ടൻ്റെ അകത്ത് കയറണം. ഇതൊരു വമ്പൻ കോട്ടയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇതിൻ്റെ മറ്റേ ഭാഗം കംപ്ലീറ്റ് കടലുള്ളത്. അപ്പോൾ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടമാനം ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റേഴ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗോളിലെ കോട്ടയാണ്. കോട്ട. ഇതിൻ്റെ പുറത്തിങ്ങനെ ഗൈഡുമാരുണ്ട്. അവരെൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ നേരിട്ട് പോയി കാണാനുള്ളൂ. ഇത് ആണ് ഇതിലേക്കുള്ള കടക്കാനുള്ള വഴി. പോകാനും വരാനും ഒക്കെ ഈ ഒരു റൂട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിക്കുന്നത്. ഇതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. ഇവിടെ സ്കൂളുണ്ട്, കോളേജുണ്ട്, ഹോസ്പിറ്റലുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, വോളിബോൾ കളിക്കുന്നുണ്ട് ഉണ്ടല്ലേ, വൈറ്റ് യൂണിഫോം ഇട്ടിട്ട്. അപ്പോൾ അവരുടെ സ്കൂള് ഇതിൻ്റെ അകത്തുണ്ട്, ക്യാമ്പസ് അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ കണ്ടമാനം യൂറോപ്യന്മാർ വരുന്നുണ്ട്. അവരിങ്ങനെ നടന്ന് വരുന്നുണ്ട് ഉണ്ടല്ലേ, വയസ്സന്മാരൊക്കെ ആയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ടാറ്റ വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിൻ്റെ മാപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ സർക്കിളിൽ പോയിട്ട് തുടങ്ങി അതേ വഴിക്കല്ല തിരിച്ചു വരെ വേറെ റൗണ്ട് അടിച്ചിട്ട് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതിനുള്ളിൽ കൂടി അങ്ങനെ ഇനി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ട് പോവാം. ഇവിടെയാണ് ഒരു ജംഗ്ഷൻ ഉള്ളത്. ഈ ജംഗ്ഷനിൽ ഇങ്ങനെ നേരെ കയറി ഉടനെ തന്നെ ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ മരങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ പണ്ട് നോർവേയിൽ പോയ സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ ഇതേപോലെ മരങ്ങളിങ്ങനെ ജാമാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു ഹോട്ടലാണ്, നല്ല രസമായിരിക്കുന്നത് കംപ്ലീറ്റ്. മറ്റേതൊരു ഓവൻ മോഡലിലൊരു അടുപ്പാണ് തോന്നുന്നുണ്ട്. വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നടന്ന് പോവാം. ഇതിനുള്ളിൽ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചിട്ട് അങ്ങനെയും പോകട്ടോ. പക്ഷേ നടന്നു പോവാണ് ഉത്തമം. എല്ലാ ഭാഗങ്ങളും കണ്ട് അങ്ങനെ പോകാം നമുക്ക്. ഓരോരോ ഗല്ലികളൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ പഴയകാല കെട്ടിടങ്ങൾ തന്നെയാണ്. മുമ്പ് ഇവിടെ പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്നല്ലോ, പിന്നെ ഡച്ചുകാർ ഭരിച്ച്, പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ച്. ഈ ഗേലെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസ് ഭാഷയിൽ അതിന് കോഴി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ അതേപോലെ സിംഹള ഭാഷയിൽ കന്നുകാലിക്കൂട്ടം എന്നാണ് പറയുന്നത്. അതായത് കന്നുകാലികളെ മേയ്ക്കുന്ന സ്ഥലം എന്നർത്ഥം വരുന്നതാണ് ഗേലയായിട്ട് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതൊരു കോളേജ് കോമ്പൗണ്ടാണ്.
ഇതിൻ്റെ നിലമൊക്കെ നല്ല കട്ട വെച്ചിട്ട് നല്ല ഉഷാറാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് റോഡ് അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ നേരെ അങ്ങനെ പോവുകയാണ്. ടൈലർ ഷോപ്പും ഉണ്ട് ഇവിടെ. സ്റ്റിച്ചിങ്ങും ഡ്രസ്സ് വിൽക്കുന്നതുണ്ട് റെഡിമെയ്ഡൊക്കെ ആയിട്ട്. ഇത് വളരെ ഇടുങ്ങിയ റോഡാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിടങ്ങളാണ്. ഇത് വലിയൊരു കോട്ടയാണ്. ഈ കോട്ടൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിന് ഡച്ച് കോട്ട എന്നും പറയും, പിന്നെ റബ്ബാർഡ്സ് ഓഫ് ഗാലെ എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട്. 2004 സുനാമിയിൽ ഈ ഗാലെ പട്ടണത്തിൻ്റെ ഈ തീരപ്രദേശത്തിന് കുറേ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ശ്രീലങ്കൻ സർക്കാർ ഈ കോട്ടക്കളിലുള്ള ചില സ്ഥലങ്ങളൊക്കെ പിന്നെ ഇപ്പോഴും ഒരു സ്വത്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ട്. ഈ കോട്ടനെ ലോകത്തിലെ ആധുനിക അത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോട്ടയുടെ പൈതൃക മൂല്യം യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. 1505 ലോറൻസോ ഡി അൽമോഡയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ഈ ദ്വീപിൽ ആദ്യമായി വന്നിറങ്ങിയതും അന്നത്തെ രാജാവായിരുന്ന ധർമ്മ പരാക്രമ ബാഹുവുമായും ഉള്ള അടുത്ത സൗഹൃദത്തിൽ ആക്കിയിട്ട് ഇവർ ദ്വീപിലെ വികസനത്തിൽ ശ്രദ്ധേയമായ മാറ്റത്തിന് കാരണമായത് ഇവിടെയാണ്. 1484 മുതൽ 1514 വരെയാണ് നമ്മുടെ ആ ധർമ്മപരാക്രമ ബാഹുവിൻ്റെ കാലഘട്ടം. പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഇബ്നു ബത്തൂത്ത പഴയ യാത്രികൻ ഈ തുറമുഖം താവളം സ്ഥാപിച്ചിരുന്നു. 1640 ഡച്ചുകാർ യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ച് ഈ ഗാലെ കോട്ട പിടിച്ചെടുക്കാൻ അന്നത്തെ രാജാവ് രാജസിംഹെ രണ്ടാമനുമായി കൈകോർത്തോടെ സംഭവങ്ങളാകെ മാറി. അങ്ങനെ അന്ന് കോസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 2500 പേരുടെ സൈന്യവുമായിട്ട് ഡച്ചുകാർ 1640 തന്നെ ഈ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചെടുത്തു. ഇവിടെ ഒരു സ്ഥലം വിൽപ്പനക്കുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഈ കോട്ടൻ്റെ ഒരു എൻഡ് കാണുന്നത്. ഞാൻ ഈ എൻഡ് കാണാതെ ഇങ്ങനെ ബേജാറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തും കടലാണുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു പരിസരമൊക്കെ അങ്ങനെ ഒന്ന് കറങ്ങി കാണാം. ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇളനീരും ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഒരു ചോക്കോബാർ അങ്ങനെ ചോക്കോബാർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ കോട്ടൻ്റെ ഈ ഒരു സൈഡ് അങ്ങനെ കാണാം. കംപ്ലീറ്റ് ഒക്കെ കല്ലൊക്കെ വിരിച്ചാൽ ഉഷാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഓറഞ്ച് ഉണ്ട്. ഇവരെ സാത്തുകുടി അതുകൊണ്ട് ഇങ്ങനെ തോല് ഇങ്ങനെ എല്ലാം ഉഷാറാക്കിയിട്ട് തൊലിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വെള്ളം അവിടെ വിൽപ്പനുണ്ട്. അത്യാവശ്യം നല്ല ദാഹമുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറിയിരിക്കുന്നത്. ഇതാണ് കടലിൻ്റെ കോട്ട വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആക്രമണമൊക്കെ തടയാൻ വേണ്ടിയിട്ട് കണ്ടമാനുണ്ട്. നല്ല റൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിലല്ലോ എത്ര പണി വരും. ഉണ്ടോ അങ്ങ് ദൂരെ അവിടെ മറ്റേ ലൈറ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കടൽ. ഇന്ത്യൻ മഹാസമുദ്രം.
പാറക്കെട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇവിടെ ഈ സ്ഥലമുള്ളത്. ഈ കോട്ടൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് കടലിനോട് ചാരിയിട്ടാണ്, മറ്റേ സൈഡ് റോഡിൽ നേരത്തെ വരുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ്. ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ കുളിക്കലൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ദൂരെ കാണാം, അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിൻ്റെ നേരെ താഴെ. ഈ കോട്ടയുടെ ബാക്ക് സൈഡാണിത്. ഈ ബാക്ക് സൈഡ് കംപ്ലീറ്റ് കടലാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ കയറി വന്ന ഭാഗം കംപ്ലീറ്റ് റോഡ് സൈഡിന് ചാരിയിട്ടാണ്. ഇവിടെ ഈ ലൈറ്റ് ഹൗസ് ഉണ്ട്, ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. നല്ല സംഭവമാണ് ഇത്. നല്ല ക്രിസ്റ്റൽ വാട്ടറാണ്. ഞാൻ ആ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഇവിടെ മറ്റേ നാടോടികളൊക്കെ പാമ്പ് കഴുത്തിലിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് അതിന് പൈസ വാങ്ങൽ പരിപാടി. അപ്പോൾ ഈ കാണുന്നത് ഒരു പള്ളിയാണ്, ഉണ്ട് ആ വൈറ്റ് കളറിൽ മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ ലൈറ്റ് ഹൗസ് ഉള്ളത്. ഞാനിപ്പോൾ ഒരു ലോങ് ആയിട്ടൊരു വീഡിയോ എടുക്കുകയാണ്. ഇതതിൻ്റെ ചുറ്റുഭാഗം ഉള്ള കടലും കാര്യങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ പീരങ്കിയൊക്കെ അടിച്ചേക്കുന്നു. ഇതാണ് പള്ളി. അത് അന്നത്തെ കാലത്തുള്ള പള്ളി തന്നെയാണിത് സംഭവം. നല്ല വൈറ്റ് കളറിൽ. ഇതും ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം തമ്മിൽ നല്ല ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. 2 നിലയും പിന്നെ ഒരു ചെറിയൊരു നിലയുണ്ട്. അങ്ങനെ 2.5 നില ഉള്ള ഒരു പള്ളിയാണിത്. ഞാൻ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ ഈ ഒരു വൈറ്റ് കളർ പള്ളി നമസ്കാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പള്ളിയിൽ കോമ്പൗണ്ടൊക്കെ വെച്ചേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. നല്ല ഹൈറ്റ് ഉണ്ട്. അതിന് തൊട്ടടുത്ത് കുറേ ഇംഗ്ലീഷുകാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഉയരത്തിൽ നിൽക്കുന്ന ലൈറ്റ് ഹൗസാണ്. അവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് പള്ളി. ഇനി ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് രാവിലെയുള്ള പോകുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് ഇനി മടങ്ങണം. ഇത് ലൈറ്റ് ഹൗസിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ, നല്ല ഉയരമുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇവിടെ കുളിയൊക്കെ നടക്കുന്നത്. ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചില്ല, അത് ഈ ഒരു ഭാഗമാണ്. ശ്രീലങ്കക്കാരുണ്ട്, യൂറോപ്യന്മാരുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ എന്താ വെച്ചാൽ ഉപ്പാന്നുള്ളൂ. സാധാ വെള്ളമാണെങ്കിൽ അല്ല രസം. ഇത് ഉപ്പ് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂം പോകണമെങ്കിൽ വലിയ പ്രയാസമാണ് അവിടെ. ഇതുണ്ടല്ലേ, കുളിക്കുന്നുണ്ട് ബിക്കിനിയൊക്കെ ഇട്ടിട്ട്. അവർ പിന്നെ കുളിക്കാൻ വരുന്നതാണ്. മലന്ന് കിടക്കുന്നുണ്ട് ബീച്ചിൽ. പീരങ്കിയൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പീരങ്കിയിൽ നിന്ന് പോകുന്ന ആ ഭാഗം മണ്ണൊക്കെ തുറന്നിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഓരോ കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് അങ്ങനെ കാണാം. അപ്പം നല്ല ക്ലീൻ പിന്നെ ആകാശമാണ്, നല്ല വെള്ളമാണ്. ഇത് ഇത്രയുള്ളൂ വീതി നടക്കാനുള്ള. ഇത് റോഡാണ് ഈ കാണുന്നത്. ആ റോഡിൻ്റെ സൈഡിൽ കൂടി ബിൽഡിങ്ങുകളുണ്ട്. ഇത് കെട്ട്, പിന്നെ ഇത് കടലിനോട് ചാരിയിട്ട് ഇതിലെങ്ങനെ നടന്നു പോവാം. പക്ഷേ താഴത്തുകൂടി പോകുമ്പോൾ ഈ കടൽ കാണാൻ പറ്റില്ല. കടൽ കാണണമെങ്കിൽ ഇതിലെ തന്നെ പോകണം. നല്ല ക്ലിയർ വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. ഇത് വേറെ 2 പെണ്ണുങ്ങളിവിടെ കുളിക്കുന്നുണ്ട്.
കുളിക്ക് യാതൊരു കുറവുമില്ല. ഇത് ഈ കോട്ടൻ്റെ അവിടെ തന്നെ വേറൊരു ഭാഗമാണ്. ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ മൺകൂമ്പാരുണ്ട്, അതിൻ്റെ ഉള്ളിൽ പുല്ലൊക്കെ ഉണ്ട്, മറ്റേ കെട്ടിയിരിക്കുകയാണ്. ഈ നടക്കുന്ന പാസേജും അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാസേജാണ്. വലിയ വലിയ ഉരുളൻകല്ലുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നല്ല ക്ലിയർ വാട്ടർ ഉണ്ടല്ലേ, അടിപൊളി നല്ല ലൈറ്റ് ബ്ലൂ കളർ ലക്ഷദ്വീപിലെ വെള്ളം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കടലിനോട് ചാരിയിട്ടാണ് ഈ കോട്ടൻ്റെ ഈ ഒരു കെട്ട് നിൽക്കുന്നത്. ഈ കെട്ട് ഇങ്ങനെ നീളത്തിൽ അങ്ങനെ പോയിട്ട് നമ്മൾ കയറി വരുന്ന അതുവരെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തും. പിന്നെ അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ ഭാഗങ്ങൾ കംപ്ലീറ്റ് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇതാണ് പാസേജ്. ഈ ഭാഗത്താണ് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. വാഹനങ്ങളൊക്കെ ഇതിനുള്ളിൽ കൂടി പോകും. ഒരുപാട് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട് ഈ കോട്ടത്. അന്നത്തെ കാലത്ത് ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്ന് കൂട്ടർ ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. ഡച്ചുകാർ ഭരിച്ചിട്ടുണ്ട്, പിന്നെ പോർച്ചുഗീസുകാർ ഭരിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്. ഇവർ മൂന്നും പിന്നെ ഈ കോട്ടയ്ക്ക് ഉത്തരവാദികളാണ് ഇതിൻ്റെ പണിയിൽ. ഈ ഒരു ഭാഗത്ത് പിന്നെ ഒരു പീരങ്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, അതിനൊരു ഗ്യാപ്പും ഉണ്ട് അതിൽ കൂടി. അവിടുന്ന് ശത്രുക്കൾ വരുന്ന സമയത്ത് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നടന്ന് എൻ്റെ കാലിൻ്റെ അടപ്പൊരിക്കുന്നു. ഇപ്പം എത്തും എന്ന് വിചാരിച്ചിട്ട് സംഭവം ഇപ്പോഴും എത്താത്തൊരവസ്ഥയാണ്. ഇവിടെ പിന്നെ ഒരു കുളിക്കുന്നൊരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇതൊക്കെ നല്ല ഹൈറ്റിലാണുള്ളത് ഈ ഒരു ഭാഗം. കമിതാക്കളൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ കണ്ടില്ലേ, ഈ നീളൊക്കെ കോട്ടയാണ്. ആ അറ്റത്തുനിന്ന് അപ്പം ഞാൻ ഇതുവരെ ഇങ്ങോട്ട് നടന്നു വന്നത് ആ ഒരു മൂലയിൽ നിന്നാണ്. നമ്മളെ അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്, കാല് നല്ല വേദന ഉണ്ട്. പണ്ട് ഭൂട്ടാനിൽ പോയിട്ട് മല കയറിയില്ലേ, ഏകദേശം ആ ഒരു അവസ്ഥയാണ്. അത് മലയെന്നുള്ളൂ ഇത്, പക്ഷേ ഇത് സാധാ ലെവലിൽ നിൽക്കുന്നൊരു ഭാഗമാണെന്നുള്ളൂ. ഇതിനിടയിൽ ഇങ്ങനെ കുറേ കല്ലും പാറക്കല്ലുകളും മറ്റുള്ളതൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. തിരയൊക്കെ അധികമൊന്നുമില്ല, തിരയൊക്കെ വളരെ കുറവാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ഹൈറ്റിലാണിത് കെട്ടിണ്ടാക്കിയിട്ടുള്ളത്, കണ്ടില്ലേ? എന്താ ഇപ്പം അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഭാഗത്ത് പിന്നെ കുളിക്കുന്നൊരു ഭാഗമാണ്. ഇവിടെ കുളിച്ച് കഴിഞ്ഞ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഇവിടെ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഒരു ഏരിയ ഉള്ളത്. ഇത് നല്ലൊരു കെട്ടാണ്. ഈ കെട്ടിൻ്റെ മുകളിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടി തോന്നും. അത്രക്കും വീതി കുറവാണ്. പക്ഷേ റോട്ടിൽ ഇറങ്ങി നടന്നാൽ ഇത് കാഴ്ച കാണില്ല. ഇവിടെ ഒരു പിന്നെ കബർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു
ചതുരത്തിലുള്ളൊരു കിണറുണ്ട്. ആരതോ ആണ് ഇവിടെ കബറടക്കിയത്. പേര് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ കാര്യപ്പെട്ട ആരാണ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അതങ്ങനെ കെട്ടി വെക്കൂലല്ലോ അവർ. ഈ കോട്ടൻ്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു മെറ്റൽ ഇതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതായാലും ഇതാണ് സംഭവം. ഒരു ഭാഗം റോഡ്, ഒരു ഭാഗം കടൽ, അങ്ങനെയാണ് ഇതിൻ്റെ കോട്ടൻ്റെ ഒരു ഭാഗം. ഇതൊക്കെയാണ് ഇതിനുള്ളിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു ചെറിയൊരു സമാധാനം അയക്കുന്നത്. ഇവിടെ ഒരു റോഡൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മെയിൻ റോഡ് എത്താൻ അയക്കുന്നതെന്നാണ്. കണ്ടില്ലേ, കണ്ടമാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങ് ദൂരെ കാണുന്നത്. അപ്പോൾ ഇനി അധികം ദൂരമല്ല പുറത്തേക്ക് കിടക്കാൻ. ഈ സൈഡിൽ കൂടി ഇങ്ങനെ കോട്ടൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് കടൽ ഭാഗങ്ങളും ഒരു ഭാഗം ഉയരം ഇങ്ങനെ തന്നെ ഉള്ളത്. ഇനി ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, വലിയൊരു ക്ലോക്ക് ടവർ. ഇപ്പോൾ സമയം 2:05. ക്ലോക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിസരം കൂടി നമുക്ക് കാണാം. എന്നിട്ട് നേരെ അങ്ങനെ പുറത്തേക്ക് കിടക്കണം. കോട്ട ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ക്ലോക്കാണ്. ഇപ്പോഴും ഷാർപ്പ് ടൈമാണ്. ഇപ്പോൾ സമയം 2 മണിയാകാൻ ഏൽപ്പിച്ചു. ഇതാണ് മെയിൻ റോഡ് ഭാഗം. അങ്ങ് ദൂരെ കാണുന്നില്ല, ഇത് ലോകപ്രശസ്തമായ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒന്നാണിത്. അവിടെ എന്തോ ഒരു ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിലവാരത്തിൽ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഇത് ദി എസ്പ്ലനേഡ് എന്നറിയുന്ന ഒരു ഗാലെ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്നത്. ഈ ശ്രീലങ്കൻ ദേശീയ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗ്യകരമായ വേദികളിൽ ഒന്നാണ് ഈ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഇനി സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ഇനി ഇവിടേക്ക് പോകാനുള്ളത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ഇതാണ് ക്ലോക്ക് ടവർ. ഇതിൻ്റെ അടിഭാഗമാണ്. ഇവിടുന്ന് അടിഭാഗം തുടങ്ങിയിട്ട് അങ്ങോട്ട് മുകളിൽ കാണുന്നത്. ഇതിങ്ങനെ പോയിട്ട് ടാറ്റ വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. ഇതിലേ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുറത്തേക്ക് എത്തുന്ന ഭാഗമാണ്. ഇതാണ് ക്ലോക്ക് ടവർ. അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഈ സൈഡിൽ കൂടി അങ്ങനെ വന്ന് പുറത്തേക്ക് കിടക്കുന്ന റോഡാണ് ഇപ്പോൾ ഈ റോഡ്. ഇപ്പോൾ ഞാനിവിടെ ഈ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്.
ഇവിടുന്ന് ഇനി അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളവിടേക്ക് എത്തും. ഇവിടെ ഒരു തൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ നേരെ കാണുന്ന ആ ഒരു റൗണ്ട് ഉണ്ടല്ലേ, അതിൽ കൂടി അങ്ങോട്ട് നമുക്കിനി പുറത്തേക്ക് കിടക്കാനുള്ള വഴി അതാണുള്ളത്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഓട്ടോ കയറി പോയി നിന്നത്. ഞാൻ ഇതിങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ. നമുക്ക് അടുത്തതിൽ ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.